നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിൻ്റെ അവസ്ഥ പരിതാപകരമാണല്ലോ. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇന്നലെ SRHനെതിരെ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷേ ടീം എന്ന നിലയിൽ മുംബൈ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മികച്ചതായിരുന്നുവോ? പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ബൗളിംഗ് യൂണിറ്റ് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കിയ ഷാർദുൽ താക്കൂറിന് എന്തുകൊണ്ട് ബോൾ കൊടുത്തില്ല? അല്ല, അതൊരു ചോദ്യമാണല്ലോ. ഷാർദുൽ താക്കൂറിന് എന്തിനാണ് ഇന്നലെ കളിക്കാൻ ഇറക്കിയത്? അപ്പോൾ ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചില്ലേ എന്ന ചോദ്യങ്ങൾ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. പിന്നെ ചില മീഡിയകളുടെ റിപ്പോർട്ട് ഇന്നലെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. പെർഫോമൻസിൽ, ടീമിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയാവുന്നതിൽ ടീമിൻ്റെ അധികൃതർക്ക് എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അത് കൺഫേംഡ് സോഴ്സ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ഏതായാലും മുറുമുറുപ്പും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇത്രയും നല്ല ഒരു സ്ക്വാഡ് കിട്ടിയിട്ട്, ഒരു പ്ലേയിങ് 12 കിട്ടിയിട്ട് അത് വെച്ചൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ. ചോദ്യം ഇതാണ്, ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കാനായില്ലേ? സൈമൺ ഡൂൾ പറയുന്ന പോലെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കുകയാണെങ്കിൽ പിന്നെ ഹാർദിക് പാണ്ഡ്യ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, അടുത്ത സീസണിലേക്ക് റിലീസ് ചെയ്യണം എന്നും പറയുന്നു. അപ്പോൾ നമ്മളിതൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ഈ സീസണിൽ 7 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ട് അടിച്ചത് 128 റൺസാണ്. അത് തീർച്ചയായിട്ടും ബിലോ പാർ പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, തർക്കമില്ല. ഫുള്ളി ഫിറ്റ് ആവുന്ന ഘട്ടത്തിൽ, നല്ല രൂപത്തിൽ പെർഫോം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഈ ഗെയിമിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ്. പക്ഷെ അതിനൊത്ത പ്രകടനമല്ല ഈ സീസണിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കണം. അദ്ദേഹം MIയുടെ ക്യാപ്റ്റനായിട്ട് എത്തിയിട്ട് 2024 ടീം ഫിനിഷ് ചെയ്തത് 10ാം സ്ഥാനത്താണ്. 2025 പ്ലേ ഓഫിലേക്ക് എത്തി കഴിഞ്ഞ തവണ. പക്ഷേ അവർ പരാജയപ്പെട്ട്, എലിമിനേറ്ററിൽ പരാജയപ്പെട്ട് പുറത്താവുകയാണ് ചെയ്തത് പഞ്ചാബ് കിങ്സിനോട്. 2026 9ാം സ്ഥാനത്താണ്. 8 മത്സരങ്ങൾ കഴിയുമ്പോൾ 6 മത്സരങ്ങളും തോറ്റ് ടീം 9ാം സ്ഥാനത്താണ്. സോ ക്യാപ്റ്റൻസി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. ഹാർദിക് പാണ്ഡ്യയെ മാറ്റാനായില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇപ്പോൾ സൈമൺ ഡൂള് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുൻ കിവീസ് താരമാണല്ലോ, മുൻ ന്യൂസിലാൻഡ് താരമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ആരായിരിക്കും മുംബൈയുടെ അടുത്ത ക്യാപ്റ്റൻ? അവർ ചേഞ്ച് വരുത്താൻ പോവുകയാണെങ്കിൽ, അതായത് ഹാർദിക് പാണ്ഡ്യയെ മാറ്റുകയാണെങ്കിൽ ആരായിരിക്കും നെക്സ്റ്റ് സീസണിലെ ക്യാപ്റ്റൻ? ഇഫ് ദേ ആർ ഗോയിങ് ടു ചേഞ്ച് സംതിങ്, ഹൂ ഈസ് ഗോയിങ് ടു ബി ദി ക്യാപ്റ്റൻ നെക്സ്റ്റ് സീസൺ? അത് ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ റിലീസ് ചെയ്യണം. പാണ്ഡ്യ അല്ലേ ക്യാപ്റ്റനെങ്കിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യണം. കാരണം എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ആ ഒരു എൻവയോൺമെൻറ്റിൽ അണ്ടർ പെർഫോംഡായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ അവിടെ തുടരാൻ കഴിയുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ടീം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോബ് നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അദ്ദേഹത്തെ അവിടെ വെച്ച് നിർത്തുന്നതിൽ അർത്ഥമില്ല. ക്യാപ്റ്റൻസി നഷ്ടപ്പെടുകയാണെങ്കിൽ 2 തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒന്നുകിൽ അദ്ദേഹം ഫ്രീ അപ്പ് ആവും, ഈ ബേർഡനൊക്കെ മാറിക്കിട്ടും. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. അതായത് ഐ ഹാവ് ഫെയിൽഡ്, ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ തോറ്റു എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാകും. ഇത് 2 തരത്തിലേക്കും പോകാം. ഈ ഒരു സംഭവം 2 തരത്തിലുമാകാം. ഒന്നുകിൽ അദ്ദേഹം ഫ്രീ ആവും, അല്ലെങ്കിൽ താൻ പരാജയപ്പെട്ടു എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിന് വരും. അപ്പം എന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ടീമിന് എത്രത്തോളം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ടൂർണമെൻറ്റ് വിജയിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള താരങ്ങളെയാണ് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത്. സംശയമൊന്നുമില്ല, ഇവർ ടെറിഫിക് പ്ലെയേഴ്സാണ്. ഹാർദിക് ഫുള്ളി ഫിറ്റ് ആവുകയാണെങ്കിൽ അദ്ദേഹം വൺ ഓഫ് ദി ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സ് ഇൻ ദി ഗെയിമാണ്. മത്സരം വിജയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ക്യാപ്റ്റൻ ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ അദ്ദേഹം ബാക്ക് സീറ്റിലിരിക്കാൻ തയ്യാറാവണം, ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഗ്രേറ്റ് ഹാർദിക് പാണ്ഡ്യ ആവാൻ തയ്യാറാവണം. അതല്ല
പരാജയപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അദ്ദേഹം ഉള്ളതെങ്കിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് സൈമൺ റൂൾ പറയുന്നത്. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. ക്യാപ്റ്റൻസിയിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയെ മാറ്റാൻ സമയമായോ? അങ്ങനെ മാറ്റുകയാണെങ്കിൽ അടുത്ത സീസണിൽ ആര് ക്യാപ്റ്റനാവും? ക്യാപ്റ്റൻ അല്ലാത്ത ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൽ തുടരുന്നതിൽ അർത്ഥമുണ്ടോ? തന്നെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല, താൻ പരാജിതനായി എന്ന ഒരു ചിന്തയുമായിട്ട് നിൽക്കുന്ന താരത്തെ റിലീസ് ചെയ്യുന്നതല്ലേ നല്ലത്? ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഏതായാലും ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇന്ത്യൻസിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ ആദ്യ സീസണിൽ 10ാം സ്ഥാനത്തും 2ാം സീസണിൽ ഇപ്പോൾ എലിമിനേറ്റർ എത്തി, പക്ഷേ പുറത്തായി. ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും കിടിലൻ ടീമുണ്ടായിട്ട് തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഹാർദിക് പാണ്ഡ്യ അല്ല മുംബൈ ഇന്ത്യൻസിനെ നയിക്കാൻ ഏറ്റവും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയാളെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.